ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എ സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ കടത്തിവിടും. അതേസമയം കപ്പാസിറ്റർ എ സിയെ കടത്തിവിടും, പക്ഷേ ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് പറയാം. ഇൻഡക്ടറിൻ്റെ സിമ്പിൾ ഇതാണ്. നമുക്ക് ജസ്റ്റ് ഈ സിമ്പിൾ വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. എ സി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ എ സി ഇതിലെ കൂടെ കടത്തി വിടത്തില്ല. അങ്ങനെ ഇത് ബ്ലോക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അതേപോലെ കപ്പാസിറ്റർ ആണെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. കപ്പാസിറ്ററിൽ എ സി വന്നാലും നമുക്ക് ഇതിനെ ഇങ്ങനെ കടത്തിവിടും എന്ന് ഓർക്കാം. അതേസമയം ഡി സി ആണ് വരുന്നതെങ്കിൽ ഇത് ഡയറക്റ്റ് ഇവിടെ വന്ന് ബ്ലോക്ക് ആവും. ഇവിടെയാണെങ്കിലോ ഡി സി ആണ് വരുന്നതെങ്കിൽ ഇതിലേക്കൂടെ കടത്തിവിടും. ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇമ്പിഡൻസിൻ്റെ ബേസിൽ എങ്ങനെ നമുക്ക് ഇൻഡക്ടർ എ സിയെ ബ്ലോക്ക് ചെയ്യുമെന്നും ഡി സിയെ പാസ് ചെയ്യുമെന്നും കപ്പാസിറ്ററിൻ്റെ ബിഹേവിയറും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇൻഡക്ടറിൻ്റെ കേസിൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ x = 2πfl ആണ്. ഓക്കെ, എ സിക്ക് ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി ഹൈ ആവുമ്പം ഇമ്പിഡൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇമ്പിഡൻസ് ഹൈ ആണെങ്കിൽ എ സിയെ ബ്ലോക്ക് ചെയ്യും. അതായത് ഇമ്പിഡൻസ് ഹൈ ആകുമ്പോൾ എ സി പാസ്സാവില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം ഡി സിക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0 ആണ്. ഫ്രീക്വൻസി 0 ആകുമ്പം ഇവിടെ ഇമ്പിഡൻസ് എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഡി സി സ്മൂത്തായിട്ട് ഇൻഡക്ടറിലൂടെ കടന്നു പോകും. ഇനി കപ്പാസിറ്ററിൻ്റെ കേസിൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 1/2πfc ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ സിയുടെ ഫ്രീക്വൻസി വെരി ഹൈ ആണ്. ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ ഇമ്പിഡൻസ് ഓട്ടോമാറ്റിക്കലി എന്താവും? ലോ ആവും. അപ്പോൾ എ സിയെ കപ്പാസിറ്റർ കടത്തി വിടുന്നു മനസ്സിലാക്കാം. എന്നാൽ ഡി സി ആകുമ്പോൾ F=0 ആണ്. അതുകൊണ്ട് തന്നെ എക്സി അതായത് ഇമ്പിഡൻസ് എന്താവും? ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ ഇൻഫിനിറ്റിലായിരിക്കും. അപ്പോൾ ഇൻക്രീസ് ആവും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇമ്പിഡൻസ് കൂടിക്കഴിയുമ്പോൾ ഡി സിയെ കപ്പാസിറ്റർ കടത്തി വിടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.